ഇപ്പം അധിക പേപ്പറിലും കാണലുണ്ട് അല്ലേ? കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നലെ തന്നെ ഇന്നത്തെ പേപ്പറിലുണ്ടായിരുന്നല്ലോ ഒരു ന്യൂസ്. വളയത്തെ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും. ഇന്നത്തെ പേപ്പറിലുണ്ട്. വയനാട് നിന്നങ്ങാൻ വന്നൊരു കെട്ടിട തൊഴിലാളി വളയത്ത് ഓട്ടോയിലങ്ങാ കുഴഞ്ഞു വീണ് മരിച്ചു. വായിച്ചിട്ടില്ല? ഇന്നത്തെ പേപ്പറിലുണ്ട് കേട്ടോ. ഇത് ഇത്രയും കൃത്യമായിട്ട് ഓർമ്മിക്കാൻ കൂടെ ഒരു വളയത്തുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനോട് പറഞ്ഞാ നിന്റെ നാട്ടിലെ ചുഴലി എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ അവിടെ വീണതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയും കറക്റ്റ് ഓർമ്മ വന്നത്. അപ്പൊ ഇന്നങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിൽ കുഴഞ്ഞു വീഴുന്നുണ്ട്, വീണ് മരിക്കുന്നുണ്ട്. അപ്പോ എന്താ പേരുതാ ശ്യാമേ വാ. ശ്യാമിന്റെ മുന്നിൽ ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ ശ്യാം എന്തൊക്കെയാ ചെയ്യുക അയാളാ? ശ്യാമ മുന്നേ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഐ ടി ഐ പഠിക്കുമ്പോൾ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ക്ലാസ് കേട്ടാലും കേട്ടില്ലെങ്കിലും ശ്യാമിന്റെ മുന്നിൽ ഇപ്പൊ ശ്യാം ഉദാഹരണത്തിന് കക്കട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ വീണു എന്ന് ചോദിച്ചു. എന്നെ ഒരു പരിചയവും ഇല്ല. ശ്യാം എന്തൊക്കെയാ ചെയ്യുക? ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുന്നിൽ ഞാൻ വീണു. ശ്യാം എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഇതാ നമ്മളെ ഇങ്ങനെ കൊളീഗ്സ് അല്ലേ, കൊളീഗ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാ ചെയ്യാ പറ. ഫസ്റ്റ് ശ്വാസം ഉണ്ടോ നോക്കൂ. ഓക്കെ, റെഡി. അതാണോ ഫസ്റ്റ് ചെയ്യണ്ടേ? ആയിരിക്കും അല്ലേ? അതന്നെ ശ്യാമിന്റെ കൺസെപ്റ്റ് പറ, എന്തൊക്കെയാ ചെയ്യാന്നുള്ളത് മൊത്തത്തിലൊന്ന് പറഞ്ഞു കൊടുക്കുക. തിരിഞ്ഞോ, എന്നോടല്ല പറയണ്ടേട്ടാ, നിങ്ങളെ ശ്യാം പറയുന്നുണ്ടേ എന്തൊക്കെയാ ചെയ്യാന്ന്. കാരണം എന്നോട് പറയണ്ട, അവരോട്. ആരെങ്കിലും വിളിക്കാൻ നോക്കും, CPR ചെയ്യും അല്ലെ? CPR ചെയ്യുന്ന അറിയാമോ? അറിയാം അല്ലെ? CPR ചെയ്യും അത്യാവശ്യം CPR ചെയ്യുന്നൊക്കെ അറിയാം അല്ലെ? എല്ലാവരും ഇപ്പം CPR ഒക്കെ പഠിച്ചിരിക്കുകയാണ് അല്ലെ? അപ്പൊ ശ്യാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ശ്വാസം ഉണ്ടോ നോക്കൂ അല്ലെ? പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സീൻ സേഫ്റ്റി ആണ് നോക്കേണ്ടത്. ഇപ്പൊ കുഴഞ്ഞു വീഴുന്ന ഞാൻ ഒരുപക്ഷെ റോഡിലായിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലെ? അപ്പോ എന്റെയും വീണിരിക്കുന്ന ആളെയും രക്ഷിക്കാൻ പോകുന്ന ആളെയും അല്ലെ, രണ്ടാളുടെ സേഫ്റ്റി നോക്കുക അല്ലെ? റെഡി അല്ലേ? അതല്ല ആദ്യം ചെയ്യേണ്ടത്. സീൻ സേഫ്റ്റി ആണ് ആദ്യം നോക്കേണ്ടത്. നമ്മളെ പുറകെ നിന്ന് വാഹനം ഒന്നും ഇടിക്കില്ല, അല്ലെങ്കിൽ വേറെ വലിയ നമ്മൾ ഡേഞ്ചർ ഒന്നും അല്ല നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഒരാളെ സഹായത്തിന് വിളിക്കുക. റെഡി? ഒരാളെ വിളിക്കുമ്പം അത് ചുവന്ന ഷർട്ട് ഇട്ട ആള് വാന്ന് പറയണം. ഓക്കെ, റെഡി അല്ലേ? ഒരാൾ വീണ് കിടക്കുമ്പോൾ അവിടെ എന്തായാലും ചുറ്റിൽ ഒരുപാട് ആൾക്കാർ കൂടില്ലേ? എല്ലാവരും എന്താ സംഭവം എന്ന് നോക്കുകയല്ലേ ചെയ്യൂ. ഇപ്പൊ ആരെങ്കിലും ഒരാൾ വീണ് കിടക്കാണ്, ഞാൻ പോയി രക്ഷപ്പെടുത്താൻ നിൽക്കുകയാണ്. ഒരാൾ വാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുവോ? ഒരു ചാൻസും ഇല്ലാലോ. ഈ സാറ് വിചാരിക്കും മൂപ്പര് പോകുന്ന വിചാരിക്കും അല്ലേ? അങ്ങനെയല്ല വിചാരിക്കും. പൊതുവേ പറയും അടുത്ത ആള് പോകുന്നു വിചാരിക്കും. അല്ലെങ്കിൽ എന്തിനാ ഞാൻ പോയിട്ട് വെറുതെ ഇതില് ഇടപെടുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മുടെ സമൂഹം പല ടൈപ്പാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഒരാളെ സ്പെസിഫിക് നോട്ടിഫൈ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അയാള് വരും അല്ലേ? അത് ഞാനിപ്പോ ഈ ചുവന്ന ഷർട്ട് ഇട്ട ആള് വാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും അയാളല്ലേ നോക്കുക അല്ലേ? അല്ല, ഞാൻ നോക്കിയില്ലെങ്കിലും ആ കൂടെ കൂടി നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാർ മൂപ്പരല്ലേ നോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് മൂപ്പരോട് വന്നു. ഞാനിത് ചെറിയ ചെറിയ കാര്യങ്ങളാ പറയുന്നത്, പക്ഷെങ്കിൽ ഈ സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ഒരു സിമ്പിൾ കാര്യമായിരിക്കും, പക്ഷെങ്കിൽ ഇത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഒരാളെ സഹായത്തിന് വിളിക്കുമ്പം അയാൾ എന്ത് ചെയ്യുക? ചൂണ്ടിട്ട് തന്നെ വിളിക്കുക. അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും കളർ ഡ്രസ്സ് ഉണ്ടെങ്കിൽ കളർ ഡ്രസ്സ് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളെങ്കിൽ വിഷയമല്ല. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന പേര് വിളിക്കാമല്ലോ അല്ലെ? പേര് വിളിച്ചിട്ട് ഇന്നയാൾ വാന്ന് പറഞ്ഞാൽ എന്തായാലും അവർ വരും. പക്ഷെ നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ, ഇപ്പൊ ഒരു കോഴിക്കോട് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ഇതുപോലെ ഒരു സിറ്റുവേഷൻ മുന്നിൽ ഒരാൾ പെടുകയാണ്, അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യണ്ടല്ലേ? അപ്പം ഇയാളെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇയാളെ സഹായത്തിന് വിളിക്കുക, ഒരു വണ്ടി വിളിക്കാൻ പറയാം. എന്നിട്ട് എന്ത് ചെയ്യാ? ഇയാളെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കെടുത്ത. എന്നിട്ടാണ് ചെയ്യേണ്ടത്, ഇയാൾക്ക് ശ്വാസം ഉണ്ടോ നോക്കുക അല്ലെ? ആദ്യം എങ്ങനെയാ നോക്കുക? ആദ്യം അത് ചെയ്യരുത്. അത് ആദ്യം നമ്മൾ തട്ടിപ്പോയാൻ നോക്കുന്നല്ലേ അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിപ്പം നമ്മുടെ വീണ് കിടക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഇയാളെ അറിയാമെങ്കിൽ ഇയാളെ പേര് വിളിക്കണം. നമുക്ക് ഇയാളെ അറിയില്ല, ആദ്യം അങ്ങനെ വിചാരിക്കും. ഇയാൾ അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഹലോ ഹലോ ഹലോ, എന്ത് ചെയ്യണം? ഇങ്ങനെ വിളിക്കണം ഇയാളെ. നല്ല ഷോൾഡറിൽ നല്ല രീതിയിൽ തട്ടിയിട്ട് എന്താക്കുക? ഇയാളെ വിളിക്കുക. ഒരു വിധത്തിൽ എണീച്ചു പോരാണെങ്കിൽ ഈ അടിയിൽ അയാൾ എണീച്ചു പോരില്ലേ അല്ലേ? അപ്പൊ എന്താവും? ഇയാള് ഈ തട്ടിലും ഈ വിളിയിലും ഇയാൾ കോൺഷ്യസ് ആവും. കോൺഷ്യസ് ആയ ചെറിയ പ്രശ്നം ഉള്ളെങ്കിലും അയാളായി വരും. പിന്നെ അയാളെ പേരറിയാമെങ്കിൽ പേര് വിളിക്കണം കേട്ടോ. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. പേരെന്താ? അർജുൻ ഇപ്പം ഒരു ഗുരുവായൂർ അമ്പലത്തിലൂടെ ഒരു ഉദാഹരണം പറയാണ്, ഇങ്ങനെ നടന്നു പോവാണ്. കൂടെ
എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഒരു അർജുൻ ഉണ്ട്. അർജുൻ ഈ സൈഡിലൂടെ പോവാ. ഞാൻ അർജുൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ അർജുൻ നോക്കും, നീ നോക്കില്ലേ? വേറെ ഒരു 3-4 അർജുന്മാരും ഉണ്ടാവും അല്ലേ? എല്ലാവരും നോക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇയാളുടെ പേരറിയാമെങ്കിൽ പേര് വിളിച്ചു കഴിഞ്ഞാൽ എന്താവും? ചെറിയൊരു മയക്കത്തിലൊക്കെ ആണെങ്കിൽ അയാൾ പെട്ടെന്ന് കോൺഷ്യസ് ആവും. ഓക്കെ, അപ്പോൾ പേരറിയാമെങ്കിൽ പേര് വിളിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എങ്ങനെ വിളിച്ചു കഴിഞ്ഞാലും ഇയാളെ കുറച്ച് സൗണ്ടിലും അതുപോലെ തന്നെ ഷോൾഡർ രണ്ടും തട്ടിയിട്ടും വേണം വിളിക്കാൻ. ഇനി മറന്നുപോലല്ലോ, ഇക്കാര്യം മറന്നുപോലല്ലോ. അപ്പം അങ്ങനെ ഇയാളെ വിളിച്ചു, ഇയാളെ റെസ്പോൺസ് ഒന്നുമില്ല, ഒരു റെസ്പോൺസും ഇല്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓ എങ്ങനെ ബ്രീത്ത് ഉണ്ടോ നോക്കുക അല്ലേ? ബ്രീത്ത് എങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റുക? ഇങ്ങനെ വെച്ച് നോക്കാവോ? അതൊരു പ്രൊഫഷണലിന് ചേർന്നല്ലോ അല്ലേ? നമ്മളിത് ഒരു വീണ് കിടക്കുമ്പോൾ നിങ്ങൾ കുറച്ച് മുന്നിട്ട് പോകുമ്പോൾ കുറച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഇയാളെ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് നോക്കാലോ. അതിനാരും പ്രശ്നമില്ലല്ലോ. കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ബ്രീത്ത് ഉണ്ടെങ്കിൽ ഒരുവിധമൊക്കെ മനസ്സിലാവില്ലേ? ഉയരവും താഴ്ന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെയും ഇല്ല. പിന്നെ നമുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ ചില ആൾക്കാർക്ക് ഇടിപ്പിനൊക്കെ നല്ല സൗണ്ട് ഉണ്ടാവും ഇല്ലേ? ഇടിക്കുന്ന സൗണ്ട് കേൾക്കില്ലേ? നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താവും, ചിലപ്പോൾ ഈ സൗണ്ട് കിട്ടും, അതും കിട്ടിയില്ല അല്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇയാളുടെ പൾസ് നോക്കാം അല്ലേ? ഇങ്ങനെ കൈവച്ച് എല്ലാവരും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇതാ ഇങ്ങനെ 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 വിരൽ ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഇവിടെ ഒരു ഒരു തടിപ്പ് കാണുന്നില്ലേ, ഒരു മഴ പോലുള്ള സ്ഥലമില്ലേ, അവിടത്തേക്ക് ഇങ്ങനെ കൈവച്ച് റെഡി വെച്ചില്ലേ? ആ കൈ അങ്ങനെ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയേ. ആ ലാസ്റ്റ് ഭാഗത്തെത്തിയേ ഇടിപ്പ് കിട്ടുന്നുണ്ടോ? ഇല്ല, പോയിക്കുണ്ടാവും കേട്ടോ. ഇടിപ്പ് ഉണ്ടോ? കിട്ടുന്നുണ്ടോ? ഇടിപ്പ് കിട്ടുന്നുണ്ട് അല്ലെ? ചില കിട്ടുന്നുണ്ട്, ചില കിട്ടുന്നില്ല കേട്ടോ. കിട്ടാത്ത ആൾക്കാരെ കാര്യം പോകുക അബദ്ധ. ഒരുവിധം എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ വെച്ച് നോക്കുക. ഓക്കെ, ഞാൻ ഇതുപോലെ വെച്ച് നോക്കി. അതൊക്കെ പോട്ടെ, നമ്മളൊരു വലിയ ആൾക്കൂട്ടത്തിന്റെ അടുക്ക് ഒരാളെ പോയിട്ട് ഇങ്ങനെ പിടിക്കാവോ? പക്ഷെ അതൊന്നും വിചാരിക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതാ, നമ്മളൊരാള് മുന്നിട്ടിറങ്ങി ഇതുപോലെ ചെയ്യുമ്പം ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഇയാൾക്ക് എന്തോ അറിയാം. അപ്പൊ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാം, വെച്ച് നോക്കി. അപ്പൊ എനിക്ക് ഇടിപ്പ് കിട്ടിയില്ല. ആ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? CPR കൊടുക്കേണ്ടത്. CPR കൊടുക്കുന്നതിന്റെ മുന്നേ നമ്മൾ കുറച്ചിങ്ങനെ പൊക്കി വെച്ച് നോക്കണം ഇയാളുടെ വായിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോന്ന്. ഈ വായിലൊക്കെ എപ്പോഴാ കുടുങ്ങുക? ഈ അപസ്മാരം വന്ന് കിടക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ വായിൽ നൊരയും പതയൊക്കെ ഉണ്ടാവും അല്ലെ? അതുപോലെ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിപ്പോയ ആൾക്കാർ അല്ലേ? അതൊരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നാവ് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ അത് വലിക്കാൻ നോക്കണം കേട്ടോ. അല്ല, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് CPR കൊടുക്കേണ്ടത്. ഇനിയിപ്പം CPR കൊടുക്കുന്നത് രീതിയാണ് അടുത്ത പറയുന്നത്. CPR നമ്മൾ ഏത് കൈ കൊണ്ടാണ് കൊടുക്കേണ്ടത്? വലത് കൈ കൊണ്ട്. ഇവിടെ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഓക്കെ, നമുക്ക് ഡോമിനന്റ് ഹാൻഡ് എന്ന് പറയും. നമുക്ക് പവറുള്ള കൈ അല്ലെ? നമ്മുടെ ഇവിടെ നാട്ടിൽ നിന്നും പുറത്തൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ഉള്ള കൈ അല്ലെ? അങ്ങനെ പറയില്ലേ? നമുക്ക് ചില ആൾക്കാർക്ക് ഇടത് കൈയാവും, ചില ആൾക്ക് വലത് കൈയാവും. ഇവിടെ ഇടത് കൈ പാസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? നേരത്തെ ടീമിൽ ആരുമില്ല അല്ല, ഇവിടെയും ആരുമില്ല അല്ല. അല്ലെങ്കിൽ പാസ്സുള്ള വലത് കൈ മുന്നോട്ട് വെക്കുക. റെഡി വെച്ചേ, എല്ലാവരും വെച്ചേ. മുന്നിലുള്ള ആൾ തട്ടണ്ട കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരാൾ വെക്കണ്ട, ഒരാൾ ഈ മൈക്ക് പിടിച്ചു തരാം. ഒരാൾ വാ, നിങ്ങൾ കണ്ടാ മതി കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, വലത് കൈ മുന്നോട്ട് വെച്ച്, വലത് കൈയല്ല, ഏതാണോ നമ്മളെ ഡോമിനന്റ് ഹാൻഡ് അത് മുന്നിൽ വെക്കുക. മറ്റേ കൈ ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് പിടിക്കുക. ക്ലിയർ അല്ലേ? ഇതാ പിടിച്ച്, എന്നിട്ട് ഈ ഭാഗം, അതായത് ഹീൽ ഓഫ് ദ പാം, ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ CPR കൊടുക്കുന്ന ഭാഗം. എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ കംപ്രഷൻ ചെയ്യേണ്ടത്. ഏത്? ഈ ഭാഗം കൊണ്ട്. അപ്പൊ ഇങ്ങനെ പിടിച്ച് ആണിത്, ഇങ്ങനെ പിടിച്ചിട്ടാണ് CPR കൊടുക്കേണ്ടത്. ഇനി CPR കൊടുക്കേണ്ടത് എവിടെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. CPR എവിടെയാ കൊടുക്കേണ്ടത്? ഇതാ, നമ്മൾ ഇത് ഈ മാനിക്കിലൊക്കെ കറക്റ്റ് പറയാം. നമ്മളിതാ ഇതുപോലെ നിപ്പിടേണ്ടത് ഈ സെന്റർ ഭാഗത്തുമാണ് കൊടുക്കേണ്ടത്. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുന്നത് വെച്ചാൽ, നമുക്ക് ഇവിടെ ഒരു കുഴി കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവരും തൊട്ടോയ്ക്കോ, കുഴപ്പമില്ല. കിട്ടുന്നില്ലേ? ഒരു കുഴി കിട്ടുന്നില്ലേ? ജസ്റ്റ് അതിന്റെ മുകളിൽ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? CPR കൊടുക്കേണ്ടത്. CPRന്റെ ഒരു സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 കംപ്രഷൻ ആണ്. 30 പ്രാവശ്യം അമർത്തുന്നത്, കംപ്രഷൻ കൊടുക്കുന്നത്. എന്നിട്ട് 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കുന്നത്, 2 പ്രാവശ്യം വായിൽ ഊതി കൊടുക്കുന്നു. ഇതാണ് CPRന്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അത് ഒരു മിനിറ്റിൽ 100 മുതൽ 120 പ്രാവശ്യം എന്ത് ചെയ്യണം? അമർത്തണം. റെഡി? ക്ലിയർ ആണോ? ഒരു മിനിറ്റിൽ 100 മുതൽ 120 പ്രാവശ്യം അമർത്തണമെങ്കിൽ എത്ര സ്പീഡിലായിരിക്കും ചെയ്യേണ്ടത്? ഒരു സെക്കൻഡിൽ 2 എണ്ണം കിട്ടുന്ന രീതിയിൽ ആ സ്പീഡ് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കാം.
അപ്പൊ മനസ്സിലാവുക കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇതെന്തിനായിരിക്കും ഇങ്ങനെ ഇത്രയും സ്പീഡ് ചെയ്യുന്നത്? ഇത് എത്ര താഴണം? ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇതൊരു 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ച്. 5 സെന്റിമീറ്റർ കുറച്ചും കൂടെ താണാലും കുഴപ്പമില്ല കേട്ടോ. അത്രയും എന്ത് ചെയ്യണം? താഴണം. അതുപോലെ ഇത് സ്പീഡിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മൈൻഡിൽ നമ്മുടെ പ്രഷർ നോക്കിയിട്ടുണ്ടോ? പ്രഷർ എല്ലാവരും നോക്കിയിട്ടില്ലേ? അപ്പൊ പ്രഷർ നോക്കുമ്പം ഡോക്ടർ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മളെ മെർക്കുറി ഇങ്ങനെ കയറി പോകുന്നില്ലേ? അപ്പൊ നമ്മള് ഡോക്ടർ ഒരു പ്രാവശ്യം ചെയ്ത് മെല്ലെ മെല്ലെയാണോ ചെയ്യുന്നുള്ളൂ? സ്പീഡ് ചെയ്താൽ മാത്രമല്ല ഇത് കയറി പോകുന്നത്. കാരണം ഒന്ന് റിലീസ് ആകുമ്പോൾ ഇത് താണ് വരുന്നുണ്ട് അല്ലേ? അതേ രീതിയിൽ നമ്മുടെ ഹാർട്ടിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പമ്പിംഗ് ആണ് ഹാർട്ടിന്റെ പരിപാടി. അപ്പം നമ്മൾ ഈ പ്രസ് ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യും? ഈ പമ്പിങ് നിന്ന് പോയ പമ്പിങ് റീസ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ് കാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് എഫക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ഇനി ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എത്ര തരത്തിൽ മരണമുണ്ട്? നിങ്ങളെ പേരെന്താ? അപ്പൊ എത്രട്ടാ പറ, എത്ര തരത്തിൽ മരണമുണ്ട്? പ്രഷർ കൂടിയിട്ടുണ്ട്, പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് വരാം. എന്താ നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തരം മരണം ഉണ്ടാ? അസുഖം വന്നിട്ട് മരിക്കുന്നുണ്ട്, ആക്സിഡന്റ് പറ്റി മരിക്കുന്നുണ്ട്, അങ്ങനെ പലതുണ്ട് അല്ലേ? എന്താ ക്ലാസ് കേട്ട ആള് പറ. ബ്രെയിൻ ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബ്രെയിൻ മൊത്തത്തില് അത് ഇതല്ലേ, സ്ട്രോക്ക് വന്നിട്ട് ആള് കിടപ്പിലായി പോന്നല്ലേ? ബാക്കി പറ. ഹാർട്ട് ഫെയിലിയർ ആണല്ലേ? രണ്ടാണോ? എന്നാലേ മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലാണല്ലേ. അപ്പൊ മറ്റേ കുട്ടികൾ പറയും സ്വാഭാവിക മരണമോ അസ്വാഭാവിക മരണമോ അല്ലെ? 2 തരം. അതല്ല, മരണം 2 തരത്തിലാണുള്ളത്. ഒന്ന് ക്ലിനിക്കൽ ഡെത്തും ഒന്ന് ബയോളജിക്കൽ ഡെത്തും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ, ക്ലിനിക്കൽ ഡെത്തും ബയോളജിക്കൽ ഡെത്തും. ആദ്യം ബയോളജിക്കൽ ഡെത്ത് പറയാം. ബയോളജിക്കൽ ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് പൂർണ്ണമായി മരണപ്പെട്ടു. ക്ലിയർ? അയാൾ ഇനിയൊന്നും തിരിച്ചു വരവില്ല കേട്ടാ. ഇനിയൊരു മടങ്ങി വരവില്ല എന്ന് പറഞ്ഞോണ്ട് ഇനി തിരിച്ചു വരവില്ല, അയാള് പൂർണ്ണമായി മരണപ്പെട്ടു. അടുത്തതാണ് ക്ലിനിക്കൽ ഡെത്ത്. നമ്മുടെ ഹൃദയത്തിന്റെ പരിപാടി എന്താണ്? പമ്പിങ് ആണ്. പമ്പിങ്ങിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹൃദയം എടുത്ത ശ്വാസം അല്ലെ, ഓക്സിജനും അതുപോലെ തന്നെ നമ്മുടെ ഫുഡിന്റെ കുറച്ച് അല്ലെ, ഇതിന്റെ വൈറ്റമിൻസും മിനറൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുകയാണ് ഹൃദയത്തിന്റെ പരിപാടി. അത് ബ്ലഡിലൂടെയാണ് എത്തിക്കുക. ക്ലിയർ അല്ലേ? അപ്പോ ചില ആളില് ഹൃദയം നിലച്ച് പെട്ടെന്ന് നിന്നുപോയി. ആ സമയത്ത് ബ്രെയിന് ഓരോരാളെ അപേക്ഷിച്ചിട്ട് ചില ആൾക്ക് 1 മിനിറ്റ് ആവാം, ചില ആൾക്ക് 2 മിനിറ്റ് ആവാം, ചില ആൾക്ക് 5 മിനിറ്റ് ആവാം. അതിന്റെ അപ്പുറം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരെ അപേക്ഷിച്ച് എന്തായാലും മാക്സിമം ഒരു 10 മിനിറ്റിന്റെ അപ്പുറത്തേക്ക് കിട്ടിയ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അയാളുടെ ബ്രെയിന് വർക്ക് ചെയ്യും. ഹൃദയം നിന്ന് ബ്രെയിന് വർക്ക് ചെയ്യുന്നത്. റെഡി? ക്ലിയർ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഹൃദയം നിൽക്കുന്ന ബ്രെയിന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണോ, ബ്രെയിന് വീണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ എന്താ എത്തണം? ബ്രെയിൻ്റെ അകത്ത് ഓക്സിജൻ എത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഹൃദയത്തിന് പുറത്തുനിന്ന് ഒരു പ്രഷർ കൊടുത്തിട്ട് അയാളെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത്. ഈ പരിപാടിയാണ് ഈ CPR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ക്ലിയർ ആണോ സംഗതി? മരണം 2 തരത്തിലാണ്. ഒന്ന് തിരിച്ചു വരൂല, അയാള് മരിച്ചു കഴിഞ്ഞ്. പക്ഷെങ്കിൽ ചില ആളുടെ ഹൃദയം നിലച്ചു കഴിഞ്ഞാലും ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് ഒക്കെ അയാളുടെ ബ്രെയിന് വർക്ക് ചെയ്യും. ആ സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഒരു പ്രഷർ കൊടുത്തിട്ട് ഇയാളുടെ ബ്രെയിനിലേക്ക് വീണ്ടും ബ്ലഡ് എത്തിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും? വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് കിട്ടും. ഈ പരിപാടിയാണ് CPR. ഓക്കെ, അത് കൊടുക്കുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളും. ക്ലിയർ ആണോ? നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാത്തൊരു സംശയം, നമ്മൾ ഇത് എത്ര പ്രാവശ്യം ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? 30 പ്രാവശ്യം ഒരു സൈക്കിൾ അല്ലേ? മിനിറ്റില് എത്ര കിട്ടണോ? മറന്നുപോയാ? 100 മുതൽ 120 വരെ കിട്ടണോ അല്ലേ? ഇത് എപ്പം വരെ ചെയ്യണം? ഇത് അയാൾ സ്വയം ശ്വാസം എടുക്കുന്നത് വരെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ചെയ്യണം അല്ലേ? ഇനി നമ്മൾ നല്ലോണം അമർത്തി കഴിഞ്ഞാൽ ഇയാളുടെ നെഞ്ച് പൊട്ടില്ലേ? ഇനിയിപ്പോ നിങ്ങൾ സംശയം ചോദിക്കുന്നത് ഞാൻ അങ്ങോട്ട് ചോദിക്കാം. നെഞ്ച് പൊട്ടില്ലേ? ഇത് പൊട്ടില്ലേ? വാരിയല് പൊട്ടില്ലേ? അത് പ്രശ്നമാണോ? പൊട്ടുവോ? വാരിയല് പൊട്ടുവോ? പൊട്ടില്ലേ? ശരിയാണെങ്കിൽ ശരിയല്ലെങ്കിലും പൊട്ടും, ശരിയാണെങ്കിലും പൊട്ടും. വാരിയല് പൊട്ടും, പക്ഷെ വാരിയല് പൊട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അഥവാ വാരിയല് പൊട്ടിയ പ്രശ്നമാണോ? അതെന്താ പ്രശ്നമല്ല പറഞ്ഞത്? എന്നാ വാരിയലൊക്കെ പൊട്ടിച്ചാലോ? യെസ്, അതാണ് ആദ്യത്തെ ഇത്. ഇയാൾ എന്തായാലും മരണത്തിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഇയാളെ തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ്. അപ്പൊ വാരിയല് പൊട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാരിയല് പൊട്ടിയിട്ട് ഉള്ളിൽ കയറുന്നൊക്കെയാണ് അല്ലേ?
ഈ ഒരു പേടിയൊക്കെ ഉണ്ടാവും നമ്മൾ ഇവിടെ ഇങ്ങനെ അമർത്തുമ്പോൾ. പക്ഷെ വാരിയൽ ഒരിക്കലും എന്തില്ല, ഇവിടുന്ന് പൊട്ടൂല. വാരിയലിന്റെ ഇത് ഇങ്ങനെയാണ്, നിങ്ങൾ നോക്കി, ഇതാ ഇതുപോലല്ല, ഇതാ ഇങ്ങനെയല്ല ഉള്ളേ. ആ അതിന്റെ ഈ ഭാഗമാണ് പൊട്ടുകയാണെങ്കിൽ ഇതിന്റെ പിറകിലാണ് പൊട്ടുക. അപ്പൊ ഒരിക്കലും എന്തില്ല, ഇതിലേക്ക് കേറില്ല കേട്ടോ. ഇതാ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും എന്തില്ല, ഉള്ളിലേക്ക് കയറാൻ ചാൻസ് ഇല്ല. വാരിയൽ പൊട്ടിയാൽ തന്നെ ഒരു 2 മാസമൊക്കെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായി, അത് ശരിയാവും. നമ്മളെ വേറൊരു കാര്യം കണ്ടു, നിങ്ങൾ ഈ പടങ്ങളൊക്കെ സിനിമകളൊക്കെ കാണുന്ന ആളാണോ? ഈ ചില ഒരു കോമഡി ഭാഗം കണ്ടിട്ടുണ്ട്, ഒരു ഹരീഷ് കണാറിന്റെ ഒരു കോമഡി ഭാഗം കണ്ടിട്ടുണ്ടോ? ഒരു ഇസ്തിരിപ്പെട്ടി പോലത്തെ ഒരു സാധനം ഇങ്ങനെ വെക്കുന്ന, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല അല്ലേ? ഒരു AED എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ട്. നമ്മൾ ഈ പ്രസ് ചെയ്യുന്നതിന് പകരം, കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൊബൈലിൽ അടിച്ചു നോക്കിയാൽ മതി. ഇവിടെ മറ്റേ ഇതില്ല, പ്രൊജക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. AED എന്ന് അടിച്ചു നോക്കുക. AED എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണും ഒരു ഉപകരണം ഉണ്ട്. നമ്മൾ ഈ പ്രസ് ചെയ്യുന്നതിന് പകരം കറണ്ട് കൊടുത്തിട്ട്, നിങ്ങളെ കറണ്ട് കൊടുത്തിട്ട് എന്താ, ഇയാളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പരിപാടി, ഷോക്ക് കൊടുത്തിട്ട്. അതിന്റെ പേരാണ് AED. നിങ്ങൾ ഇതിലെ പോകുന്ന ആംബുലൻസ് ഒക്കെ നോക്കിയാൽ മതി. ആംബുലൻസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറ്? A ലെവൽ ആംബുലൻസ് എന്നൊക്കെ കാണില്ലേ? ലെവൽ കാണലുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല വേണ്ട, ഇന്ന് പോകുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ. ആംബുലൻസ് ഇപ്പോൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ആംബുലൻസിന്റെ സൈഡൊക്കെ നോക്കിയാൽ മതി. A ലെവൽ ആംബുലൻസ്, B ലെവൽ, C ലെവൽ എന്നൊക്കെ ഉണ്ടാവും, ബോർഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ ഉണ്ടാവും വിത്ത് AED എന്നുണ്ടാവും. ആ AED എന്ന് പറയുന്ന ഉള്ള ആംബുലൻസുകൾ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ കംപ്രഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ഷോക്ക് കൊടുത്തിട്ട് ഹാർട്ടിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യിക്കും, പമ്പ് ചെയ്യിക്കും. ഓക്കെ, റെഡി അല്ലേ? ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ നോക്കാം അല്ലേ? ഇനി പറയണ്ടല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ പോരാ. വാ, നമ്മൾ ചെയ്ത ആൾ ഒരു വട്ടം ചെയ്ത ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടല്ലോ. പേരെന്തായിരുന്നു? സിദ്ധാർത്ഥ ചെയ്തോ. വെച്ചോ. അപ്പോൾ സിദ്ധാർത്ഥ ചെയ്യൂ കേട്ടോ, കാരണം മൂപ്പര് അറിയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം ക്ലിയർ ചെയ്താൽ പോരാ. അപ്പൊ നമ്മൾ ഒരാളെന്ത് ചെയ്ത് വേറൊരാളുടെ സഹായത്തോടു കൂടിയ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തി. എന്നതിന് ശേഷം അയാളെ വിളിച്ചതൊട്ട് ചെയ്തോ. ആ ആ ആ അങ്ങനെ വിളിക്കാം, റെഡി. അതെ, ആ രീതിയിൽ തന്നെ വിളിക്കാം, നല്ല വിളി തന്നെ. ഓക്കെ, ആ ആ നോക്കുക. ആ പൾസ് ഉണ്ടോ നോക്കി. ഓക്കെ, വായ ഒന്ന് ക്ലിയർ ആക്കണം, എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ആ നിപ്പിളിൻ്റെതും ഈ ഉള്ള സെൻറ്റർ ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേണത്തിന്റെ ഈ കുഴിയുടെ ജസ്റ്റ് മുകളിലായിട്ട്, ജസ്റ്റ് മുകളിലാണ്, അധികം ആകണ്ട. ഈ ഹൃദയം ഇടത് ഭാഗത്തുള്ള വലത് ഭാഗത്തുള്ള അപ്പോൾ കുറച്ച് ഇടത് ഭാഗത്ത് അമർത്തിയാലല്ലേ കുറച്ചും കൂടുതൽ പമ്പ് ചെയ്യാ. എന്തായിരിക്കും സ്ഥിതി? അത് അങ്ങനെ സംശയമല്ല വരണ്ടേ? അതല്ല നിങ്ങൾക്ക് നിങ്ങളെല്ലാം ഇടത് ഭാഗത്താന്ന് പറഞ്ഞേ. അല്ലല്ല കേട്ടോ, ഇടത് ഭാഗത്താണ് ഹൃദയമുള്ളത്. പക്ഷെങ്കിൽ ഹൃദയത്തിന്റെ ഒരു വാല് ഇങ്ങനെയാ, ഹൃദയത്തിന്റെ ഷേപ്പ് നോക്കി ശ്രദ്ധിച്ചാൽ മതി. ഒരു വാല് പോലെയാണ്, അത് ഉള്ളോട്ടേക്കായിട്ടാണ് ഇടത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പ്രഷർ കിട്ടേണ്ട ഈ മേലെ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഈ കറക്റ്റ് ഈ സെന്റർ ഭാഗത്തേക്ക് പ്രഷർ അമർത്തുന്നത്. ഓക്കെ, തുടങ്ങിക്കോ. നമ്മുടെ കൈയുടെ ഈ ഭാഗം കൊണ്ടാണ് ചെയ്യേണ്ടത്. വേറെ ചെയ്തോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 25 26 27 28 29 30. അപ്പൊ എന്താണ്, ഇതൊന്നും ഒരിക്കലും എന്താവില്ല 120 വരെ എത്തൂലോ. ഒരു മിനിറ്റിൽ 120 എത്തുമോ? എത്തൂല. നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രഷറും ചെയ്യണം, അതുപോലെ തന്നെ കൂടുതൽ സ്പീഡും ആക്കണം. പ്രഷർ കൂടുതൽ അമർത്തിയിട്ട് താഴോട്ട് പോകാൻ വേണം. ഒരിക്കലും ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കൈമുട്ട് രണ്ടും മടങ്ങാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പൊ കുറച്ചും കൂടെ മുന്നോട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. മുട്ടുവേന എണീറ്റോളെ, അല്ലേ കുഴപ്പമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കോ, നമ്മുടെ ഷോൾഡറിലെ പവർ കംപ്ലീറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഈ കംപ്രഷന് എഫക്റ്റീവ് ആയിട്ട് കിട്ടുള്ളൂ അല്ലേ? ഇത് മടങ്ങി കഴിഞ്ഞ് എങ്ങനെയായില്ലേ? ഒന്ന് നേരെ ചെയ്ത് നോക്കിയേ. സിദ്ധാർത്ഥ ഒന്ന് മടക്കി ചെയ്തേ, ഒന്ന് കൈ മടക്കിയിട്ട്. അതാവുമ്പോൾ ഈ ഒരു പ്രഷർ വരുമോ? ഇല്ലാലോ. അപ്പോൾ അത് രണ്ടാണ് പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴെപ്പോഴും എന്ത് ചെയ്യണം, ഈ കൈമുട്ട് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ സഹായത്തിന് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, CPR ചെയ്യാൻ ഒരാളെ സഹായത്തിന് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടെങ്കിൽ, സഹായത്തിന് വിളിക്കുന്ന ആളൊരു ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞ ശേഷം അയാളെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഇരുത്താം. ഒന്ന് ഓപ്പോസിറ്റ് ഇരുന്നവർക്ക്, അതായത് ഇയാൾ എന്ത് ചെയ്യാം, ഇപ്പൊ രണ്ടാളും കൂടിയാ ചെയ്യുന്നെങ്കിൽ ഇയാളെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കാം.
ആദ്യത്തെ 30 സൈക്കിള് ഇയാൾ സ്പീഡ് ചെയ്ത് ഞാൻ പറയുന്ന പ്രഷറും കൊടുക്കുകയാണെങ്കിൽ തളർന്നു പോകും. അപ്പൊ എന്ത് ചെയ്യാം, ഈ ബ്രീത്ത് അയാൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ബ്രീത്ത് കൊടുക്കുക, രണ്ടാമത്തെ സൈക്കിൾക്ക് അയാൾക്ക് എടുക്കാം, രണ്ടാമത്തെ പ്രാവശ്യം അയാൾ ചെയ്യാം. അങ്ങനെ അങ്ങനെ മാറി മാറി ചെയ്താൽ മാത്രമേ ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇപ്പൊ ചെയ്തതും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലാലോ. എന്നാ പിന്നെ ഓരോരുത്തർ ചെയ്ത് നോക്കോ. എന്റെ കഴിഞ്ഞ ഇനി മാറി മാറി നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം എന്നാ പറഞ്ഞത്. ചെയ്ത് നോക്കോ, ഇപ്പറ നിന്ന് ചെയ്ത് നോക്കോ, എന്നാ പിന്നെ അടുത്താക്ക് മനസ്സിലാവും. എവിടെയാ ഞാൻ പൊസിഷൻ പറഞ്ഞത്? എവിടെയാ? അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ? വിളിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളെ A to Z ചെയ്യണം കേട്ടോ. ആ വിളിച്ച് അവരുണ്ടോ നോക്കി, എല്ലാം നോക്കി. ആ ആ ആ ഈ സൈഡ് കൊണ്ട് ഇവിടെ കറക്റ്റ്, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. റെഡി? ഈ ഒരു സ്പീഡ് ചെയ്ത് നോക്ക്, എത്തുമോ നോക്കി നോക്ക്, മിനിറ്റിൽ ഒന്ന് നോക്കി നോക്ക്, ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ വരുന്ന ഈ മാനിക്കിലൊക്കെ 2 ലൈറ്റ് വരുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ചെയ്താൽ പച്ച കത്തും, ഇത് കറക്റ്റ് പ്രഷർ താഴാതിരുന്ന് കഴിഞ്ഞാൽ ചുവപ്പ് കത്തും. അപ്പൊ കറക്റ്റ് മനസ്സിലാവും ഇതിന്റെ സ്പീഡൊക്കെ. പക്ഷെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനേ പറ്റൂ. ഓക്കെ, നല്ലോണം മറന്നോട്ടെ, 5 സെന്റിമീറ്റർ പോട്ടെ. ഇങ്ങനെ 30 പ്രാവശ്യം കംപ്രഷൻ കൊടുത്ത് 2 പ്രാവശ്യം ബ്രീത്ത് കൊടുക്കണം. അത് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. 2 പ്രാവശ്യം ഇങ്ങനെ ഇതാ ബ്രീത്ത് എങ്ങനെ ചെയ്യണം? 2 പ്രാവശ്യം ബ്രീത്ത് നമ്മൾ കൊടുക്കണം. പക്ഷെങ്കിൽ ഇപ്പോൾ ഇല്ല, ഇപ്പൊ പല അസുഖങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നുണ്ട്, ബ്രീത്ത് കൊടുക്കുന്നില്ല. കംപ്രഷൻ മാത്രം കൊടുത്താലും മതി. നമുക്ക് പിന്നെ പരിചയമുള്ള ആളും നമ്മളെ അടുത്ത ആളൊക്കെ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ബ്രീത്തും കൊടുക്കുക. ബ്രീത്ത് നിങ്ങൾ എവിടെയെങ്കിലും ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ആരെങ്കിലും ടവല് വെച്ചിട്ട് കൊടുക്കാൻ നേരം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലേ? നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ടവല് വെച്ചിട്ട് കൊടുക്കാന്ന്. ടവല് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രീത്ത് എന്തിനാ കൊടുക്കുന്നേ? ഊതിയിട്ട് അതെന്ത് ചെയ്യണോ, ഇയാളെ ശ്വാസകോശത്തിലെത്തിയിട്ട് ശ്വാസകോശം വികസിക്കണം. നേരെ ഊതിയാൽ തന്നെ അങ്ങ് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒരു ടവലും കൂടെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് അതിനെ കൊണ്ട് വലിയ എഫക്റ്റീവ് ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ടീം ഒക്കെ ചെയ്യുന്ന COLS എന്നാ പറയാ, കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട്. നമ്മൾ കംപ്രഷൻ കൊടുത്തിട്ട് ലൈഫ് സപ്പോർട്ട് കൊടുക്കുക. നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ഊതി കഴിഞ്ഞാൽ അവരുടെ ശ്വാസകോശത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടിക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റ് ഞാൻ അന്നേരം പറയുന്ന പ്രശ്നമല്ല, ഇങ്ങനെ ഈ ഇതുപോലെ തന്നെ നിൽക്കുക കറക്റ്റ്. കാണാ ഇതുപോലെ ഇതിനെ അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ കറക്റ്റ് എപ്പോഴും എന്തായിരിക്കും, നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ കറക്റ്റ് എന്തായിരിക്കും, കൈ കിട്ടും, കറക്റ്റ് കിട്ടും കേട്ടാ. അതുപോലെ വിട്ട് നിൽക്കണ്ട. മുപ്പത് പ്രാവശ്യം കംപ്രഷൻ കൊടുക്കുക, 2 പ്രാവശ്യം ബ്രീത്ത് കൊടുക്കുക. സീൻ സേഫ്റ്റി നോക്കി അയാളെ മാറ്റി കിടത്തണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളിപ്പോ പറഞ്ഞില്ലേ ഇയാളൊരു ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു കാറൊക്കെയാ വിളിച്ചിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്, നമുക്ക് ഇത് ചെയ്യാം. സീറ്റിൽ നിന്ന് ഇത് അമരുന്നതിനനുസരിച്ച് നമുക്ക് പ്രഷർ കിട്ടില്ലല്ലോ. അടിയിലൊരു പലയൊക്കെ വെക്കണം. അത് നമ്മുടെ എന്താ പ്രായോഗിക ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ ഓരോ സെറ്റപ്പ് ആക്കുക. ആംബുലൻസ് കിട്ടിയില്ലെങ്കിൽ വേറെ വണ്ടിയിലൊക്കെ പോവാണെങ്കിൽ അടിയിൽ എന്ത് ചെയ്യുക, ഒരു പലയൊക്കെ വെക്കുക, എന്നാൽ പിന്നെ എന്തില്ല, അമരില്ല. പക്ഷെ വേറെ സംഭവം ഉണ്ടേ, നമ്മൾ എത്ര ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ ഒരു വേണ്ടപ്പെട്ട ഒരാളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി പോകും. ഓക്കെ, ശരിയാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഇത് പഠിച്ചു വെക്കുക. നമ്മളെ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടുകാരാണ്. അതുകൊണ്ട് പോയാൽ വീട്ടുകാർക്ക് എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക അല്ലേ. കൂടുതൽ നമ്മൾ അറ്റാക്ക് ആയി പോകുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും അല്ലേ. ഒരാൾ വന്നു കൊടുക്ക്. റെഡിയാ? അങ്ങനെ തന്നെ. ഓക്കെ, കൊടുക്കുന്നതിനെ കൂടെ നിങ്ങളെ താല്പര്യം പോലെ, അത് പ്രശ്നമല്ല. കൊടുക്കണം എന്നും പറയുന്നത് കൊടുക്കണം. ഓക്കെ, അടിപൊളിയാക്കി കേട്ടോ. അതുപോലെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ പൾസ് നോക്കൂ, ഒന്നുമില്ല, അതുപോലെ തന്നെ നമ്മൾ ഒരാള് ഈ ചെയ്യാൻ നോക്കുമ്പോ നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇയാൾക്ക് എന്താ പറ്റിയെന്നുള്ളൊരു ഒരു പേടി ഉണ്ടാവൂലേ. ഇയാൾ എന്തായാലും മരിച്ചിട്ടുണ്ടാവും, ഇനിയിപ്പോ അയാൾ അത് ചെയ്തുകൊണ്ടാണ് പറ്റിയെന്ന് നാട്ടുകാർ പറയുന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ അതൊന്നും പറ്റില്ല, കാരണം അന്ന് നമ്മൾ ചിന്തിക്കണ്ട, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ട. നമുക്ക് ഇയാൾ തിരിച്ചു വരും എന്നുള്ളൊരു കൺസെപ്റ്റിൽ എന്താക്ക ഇത് ചെയ്യാം.
കുറച്ച് മേലോട്ടാ ചെയ്യണ്ട കേട്ടോ ഇതിന്റെ ഇങ്ങനെ. ഓ, ആ കൈമാറിപ്പോലെ കേട്ടോ. മുപ്പത് പ്രാവശ്യം ചെയ്യണം അങ്ങനെ കേട്ടാ. ഏഹ് സ്ഥലയുടെ ഒന്ന് കറക്റ്റ് നോക്കണേ. നമ്മൾ ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യം വേണം. വെറുതെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും പകുതിയാ ചെയ്യുന്നുള്ളൂ അല്ലേ? പത്രട്ടെ ഇതിങ്ങനെ ചെയ്ത് പഠിച്ചിട്ട് നാട്ടില് അല്ലേ ഒരു കല്യാണം വിടുന്ന ഒരാളെ കൊഞ്ഞൊക്കെ വീണ് നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തി നാട്ടിൽ ഫുൾ നിങ്ങളെ ഫ്ലക്സ് ഒക്കെ അയക്കൂല അല്ലേ? അതാണ് എന്തായാലും പഠിച്ചു വെക്ക്, നമുക്ക് ആവശ്യം വരും ഇത്. പൊസിഷൻ മാറരുത് കേട്ടോ. ഒരേ സ്ഥലത്ത് തന്നെ വെക്കുക കേട്ടോ പൊസിഷൻ. കൈമുട്ട് മടങ്ങാനും പാടില്ല. അത് രണ്ടും ശ്രദ്ധിക്കണം കേട്ടോ. കൈമുട്ട് മടങ്ങിയാലും നമുക്കിത് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. അതുപോലെ അപ്പൊ എന്ത് ചെയ്യരുത്, ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നാൽ ഷോക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യണം. കിണറ്റില് പോയി കഴിഞ്ഞാല് ശ്വാസം മുട്ടിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അവിടെ നിന്ന് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതാ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെടുത്താന്നുള്ള ഒരു കോൺസെപ്റ്റിലെങ്കിലും എന്ത് ചെയ്യാ ഈ സംഗതി പഠിക്കുക കേട്ടോ. ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ലാലോ അല്ലേ? ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടിക്ക്, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 3 വയസ്സ് തൊട്ടിട്ട് ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടിക്ക് നമ്മൾ CPR ചെയ്യേണ്ടത് ഇതേ രീതിയാണ്. പക്ഷെങ്കിൽ നമ്മൾ മേലെ മറ്റേ കൈ വെക്കേണ്ട ആവശ്യമില്ല. റെഡിയാണോ? പറഞ്ഞ് ക്ലിയർ ആണോ? നമ്മളിപ്പോ ഒരു കൈ ഓവർലാപ്പ് ചെയ്ത് പിടിക്കുന്നെന്ന് പറഞ്ഞില്ലേ, അവിടെ ഓവർലാപ്പ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കൈ കൊണ്ട് മാത്രം നമ്മൾ കംപ്രഷൻ കൊടുക്കുക. ഇതേ സൈക്കിൾ കേട്ടാ. 30 പ്രാവശ്യം കൊടുക്കുക, 2 പ്രാവശ്യം ഊതി കൊടുക്കുക. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നതെല്ലാം ക്ലിയർ അല്ലേ? അതേസമയം നമ്മൾ ചെറിയ കുട്ടികൾ, നമ്മുടെ ചെറിയ മക്കൾ ഉണ്ടാവില്ലേ, ചെറിയ മക്കൾക്കും ഇതേ സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ? ചെറിയ മക്കള് കോൺഷ്യസ് ആണോ നോക്കുക. എങ്ങനെയാ ഭദ്രമായിട്ട് എങ്ങനെയാ നോക്കുക? നമ്മൾ നേരെ പോയിട്ട് ചെറിയൊരു മോനെ പിടിച്ചിട്ട് ഹലോ ഹലോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? യെസ്, എന്താ ചെയ്യാ? നിങ്ങൾ പറ. നിങ്ങൾക്കൊക്കെ കുട്ടികളൊക്കെ നോക്കുകയല്ലേ, ഇങ്ങനെ ഇരിക്കും? അറിയില്ല, ഇവിടെ പറഞ്ഞു കഴിഞ്ഞ്. വേറെ ആർക്കെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടോ? കാലിന്റെ അടിയിൽ നുള്ളുക ചെയ്യട്ടോ കുട്ടികളെ കാലിന്റെ അടിയിൽ നുള്ളിക്കഴിഞ്ഞാല് മാക്സിമം മിക്കവാറും കുട്ടികളൊക്കെ എന്ത് ചെയ്യും, കോൺഷ്യസ് ആയി വരികയാണെങ്കിൽ കരയും. അല്ലാത്ത ആൾക്കാർക്കാണ് CPR നമ്മൾ കൊടുക്കേണ്ടത്. കുട്ടിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ 2 വിരലട്ടാ. ഏത് കൈയാണോ പവർ ഉള്ളത് ആ കൈയുടെ ഇതുപോലെ 2 വിരൽ വെച്ചിട്ട് ഇതേ പൊസിഷനിൽ ഇതേ സ്ഥലത്ത് കൊടുക്കുക. പക്ഷെങ്കിൽ 15 പ്രാവശ്യമാണ് ആ സൈക്കിൾ. റെഡി? മറ്റേതൊക്കെ 30 അല്ല ഞാൻ പറഞ്ഞത്, 30 പ്രാവശ്യം ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇത് 15 പ്രാവശ്യം കൊടുക്കുക, 2 പ്രാവശ്യം വായിൽ ഊതി കൊടുക്കുക. കുട്ടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഊതി കഴിഞ്ഞാൽ കറക്റ്റ് കുട്ടിയുടെ ചെസ്റ്റ് വികസിക്കും. ഓക്കെ അല്ലേ? ഈ ഭാഗം ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ CPR എന്നുള്ള ഭാഗം? ഇനി മറന്നുപോവോ? CPR മറന്നുപോോ നിങ്ങളോട്? ഇല്ല, നാളെ 2 ദിവസം കഴിഞ്ഞ് മറന്നു അല്ലേ? ആ അതാണ് നമ്മൾ ഇതിൽ മാറേണ്ടത്. അതാണ് ഇത് എല്ലാവർക്കും ഇത് പഠിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെയ്യുന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവുകയെന്ന് വരില്ലല്ലോ. നമ്മളൊക്കെ പോകുന്ന വഴിക്ക് നമ്മുടെ മുന്നിൽ ഒരാൾ വീഴാം അല്ലേ? അതിപ്പോ CPR ആണെന്ന് ഇവൻ അറിയാം അല്ലേ? ശ്യാമിന് CPR അറിയാം. ശ്യാമിന്റെ മുന്നിൽ വീഴാന്ന് വെച്ച് നടക്കൂലല്ലോ. നമ്മള് വീഴപ്പോ ആരെടുത്ത് ധനപാലയുടെ മുന്നിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ മൂപ്പര് ഇത് എനിക്ക് മുട്ടുവേദനയാന്ന് പറഞ്ഞാൽ പോയില്ലേ നമ്മുടെ കാര്യം. അതന്നെ ഈ സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സിന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതില്ലെങ്കിൽ നമുക്കിത് സ്വയം നമുക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കേട്ടാ മതി. അപ്പോ നമുക്ക് സ്വയം അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചുമക്കുക എന്നാ പറഞ്ഞു അല്ലേ? മാക്സിമം
പവർ എടുത്തിട്ട് ചുമച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു എഫക്റ്റിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കിട്ടും എന്ന് പറയുന്നത്. ക്ലാസ് ഒക്കെ എങ്ങനെയാണ് പറയുന്നത്, നമ്മളും അത് പറഞ്ഞു കൊടുത്ത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യില്ല, ആ 3 ദിവസമായി മൂപ്പര് കേൾക്കുന്നല്ലേ, അത് ചെയ്യുന്നു. അതിന്റെ ഒരു ഇതാ പെർഫെക്ഷൻ കൂടി കണ്ട, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെർഫെക്ഷൻ ആയി വരുന്നുണ്ടില്ലേ. വന്നു. അപ്പോ എന്താ ചുമക്കൊക്കെ ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇതുപോലെ അറ്റാക്കിന്റെ ഒരു വേദന വന്നപ്പോ എന്ത് ചെയ്ത്, മൂപ്പര് കാറ് സൈഡിലാക്കി, ഇത് ഒരു ഓട്ടോക്കാരനോട് പറഞ്ഞ് എനിക്കിങ്ങനെ വേദനയുണ്ട്, എത്രയും പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഹോസ്പിറ്റലിൽ എത്തിച്ച് അയാളെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് അയാൾ റെഡിയായി. അപ്പൊ അയാളോട് ചോദിച്ചതാ, ഇത് ഇങ്ങനെ നിങ്ങൾ ചുമച്ചിട്ടുണ്ടോന്ന്. അപ്പൊ അയാൾ പറയാ, ചുമക്കാൻ പോയിട്ട് നിന്ന് ചെരിയാൻ വരെ പറ്റൂല, അമ്മാതിരി വേദനയായിരിക്കും അറിഞ്ഞിട്ടോ. നമുക്ക് അത്രയും വേദനയായിരിക്കും പോലും ഈ ഒരു സിറ്റുവേഷനിൽ. കൈമടങ്ങരുത്. മാറി മാറിപ്പോയി. അവിടെ അല്ല, ഇതാ ഇതിന്റെ ഇവിടെയാണ് വരേണ്ടത് കേട്ടോ, കറക്റ്റ്. അത് മാറല്ല കേട്ടോ, അവിടെ തന്നെ വേണം കംപ്രഷൻ കൊടുക്കാൻ, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ BP നോക്കുന്നേ, അത് അയ്യൊരു ഇത് മനസ്സ് കണ്ടാൽ റെഡിയായി. നമുക്ക് അടുത്ത സെക്ഷൻ എന്താ, ചോക്കിങ് എന്താ അറിയാവോ? നമുക്ക് എന്താ തൊണ്ടയിൽ ഭക്ഷണമൊക്കെ കിട്ടും അല്ലേ, അതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇതാണ് ചോക്കിങ് എന്ന് പറയുന്നത് കേട്ടോ. ചോക്കിങ്ങിനെ കൊണ്ട് മുന്നേ ക്ലാസ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ. ഓക്കെ, ശ്യാമ വന്നേ, വാ. ഒരു ഇത് പറയുന്നില്ല, തിയറി ആയിട്ട് പറയുന്നേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതായിരിക്കും. ഒന്നിത് മൈക്ക് പിടിച്ചു തരുമോ? അപ്പൊ നമ്മള് ഒരാള്, ഇപ്പൊ ഞാൻ പഠിക്കാം കേട്ടോ, ഇവിടെ നിന്നാ മതിയേ. നമ്മൾ ഒരാള് മെയിനായിട്ട് ഈ ചോക്കിങ് സംഭവിച്ചാൽ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? അയാളെ ഇത് പറയുന്ന പോലെ അഭിനയിച്ചു കേട്ടോ ഒന്ന്. കഴുത്ത് എന്താവും, കഴുത്ത് ഇതുപോലെ പിടിച്ചിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ചമ അതുപോലെ പിടിച്ച. പിന്നെന്താ ഉണ്ടാവുക, ഇയാളുടെ കണ്ണ് തടിച്ച് ബൾജ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുപോലെ കണ്ണുനീര് വരുന്നുണ്ടാവും. അതുപോലെ ഇയാൾ എന്ത് ചെയ്യും, സൗണ്ട് ഉണ്ടാക്കാൻ നോക്കും, ഒരിക്കലും സൗണ്ട് പുറത്തേക്ക് കറക്റ്റ് ചുമക്കാൻ നോക്കും, പക്ഷെ ചുമയല്ല കേൾക്കുക, ചെറിയ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കും. ഇത്ര സിറ്റുവേഷൻ ആണ് ഒരാളുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും സിറ്റുവേഷൻ നമുക്ക് മെയിനായിട്ട് ഇത് എവിടെ ഉണ്ടാവുക, നമ്മുടെ ഹോട്ടലിലൊക്കെയാണ്, വീട്ടിലുണ്ടാവും, അതുപോലെ ഹോട്ടലിലൊക്കെയാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാവുക. അപ്പോ ഇത്രയും ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ എന്താ ശ്യാമിന് ഇഷ്ടപ്പെട്ട ഫുഡ്? ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ബിരിയാണി. അപ്പൊ ശ്യാമ് ഇതുപോലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോ എന്തായി, ചിക്കൻ തൊണ്ടയിൽ കുടുങ്ങി. അടുത്ത് ഞാനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാ രക്ഷപ്പെടുത്താൻ നോക്കും അല്ലേ. ശ്യാമ് എണീറ്റ് നിന്നിട്ടുണ്ട് കേട്ടോ അന്നേരം. അപ്പൊ ഞാൻ അങ്ങനെ വെച്ചോ, നമുക്ക് കുറച്ച് ബെൻഡായിട്ട്, ഇതുപോലെ ബെൻഡായിട്ടാണ് ഉണ്ടാവുക കേട്ടോ ആള്. ബെൻഡായിട്ടാണ് ഉണ്ടാവുക, കഴുത്തില് കൈവച്ചിരിക്കും. കുറച്ച് അഭിനയിച്ചിട്ടോ. അപ്പൊ എന്ത് ചെയ്യും, ഇതുപോലെയാണ് ഇയാളുണ്ടാവുക. ഞാൻ ഈ കാല് വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നിൽക്കുന്ന ഒരാളുടെ, ഇയാള് ഇനി അടുത്ത സെക്ഷൻ, ഇയാൾ അടുത്ത എന്തായി പോവാ, ഇയാൾ അടുത്തത് ബോധം കെട്ട് പോവും. അയാള് വീണ്ടും എന്തായി പോവും, ബോധം കെട്ട് പോവാൻ ചാൻസ് ഉണ്ട്. ഇയാളെ ഭക്ഷണം തൊണ്ടയിൽ കൂടി കഴിഞ്ഞ് കുറച്ച് ഇതുപോലെ നിന്ന് ചുമക്കാനൊക്കെ നോക്കും. പിന്നെ ഇയാൾ എന്ത് ചെയ്യും, നിലത്ത് വീഴും. അപ്പൊ നിലത്ത് വീഴുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേ, ഞാൻ കാല് ഇതുപോലെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും നോക്കണം, ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതാ ഈ കണ്ടില്ലേ, ഏത് കൈയാണോ പവർ ഉള്ളത് ആ കൈ എന്ത് ചെയ്യുക, ഇതുപോലെ മടക്കുക. റെഡി അല്ലേ? റെഡി? എല്ലാവരും ഒന്ന് മടക്കി നോക്കിക്കോ, എന്തായാലും ഉറക്കെല്ലാം പോട്ടെ. റെഡി? ഓക്കെ, ഇതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് ഇയാളിതാ ഇങ്ങനെ ബെൻഡായി നിൽക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, ഇയാളുടെ പൊക്കിൾ നിന്നൊരു 4 വിരൽ മുകളിലേക്ക് ഇതുപോലെ കൈ വെക്കുക. ഇതാ കൈ വെച്ച് റെഡി. എന്നിട്ട് എന്ത് ചെയ്യാ, മറ്റേ കൈ ഇതിനെ കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, ഇംഗ്ലീഷ് അക്ഷരം ജെ ഓർമ്മിക്കുക. ജെ എങ്ങനെ എഴുതുക? റെഡി അല്ലേ? ജെ റിവേഴ്സ് ജെ എഴുതുന്നൊന്ന് ആലോചിച്ച് നോക്ക്. റിവേഴ്സ് ജെ ഇങ്ങനെ അല്ലേ? റെഡി അല്ലേ? അതുപോലെ എന്ത് ചെയ്യാ, എന്താ ഉച്ചക്ക് എന്താ കഴിച്ചേ? ചോറ് കഴിച്ചിട്ടുണ്ടല്ലേ? എന്താ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഇവിടത്തെ കൊണ്ടുവരണത് ഉണ്ടാലോ. ചെറുതായിട്ട് അമർത്തുന്നുള്ളൂ കേട്ടോ, നോക്കിക്കോളാ, മസിൽ പിടിക്കല്ലേ. ചെറുങ്ങനെ എന്തോ വരുന്നുണ്ടോ, ചെറിയൊരു എഫക്റ്റ് വന്നിക്ക, ചെറിയൊരു എഫക്റ്റ് വന്നിക്ക. ഓക്കെ, ഇതാ ചെറിയൊരു എഫക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വെറുതെ ചെയ്യണ്ട. ഇങ്ങനെ നമ്മൾ ജെ എന്ന് എഴുതും, ഇങ്ങനല്ലേ എഴുതുക, ജെ തിരിച്ചിട്ട് എല്ലാം ഉള്ളിലേക്ക് അമർത്തിയിട്ട് മുകളിലേക്ക് പൊക്കുക. ഞാൻ പെട്ടെന്ന് മനസ്സിലാവുന്നോണ്ട് ആ ജെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അതായത് നമ്മൾ ഉള്ളിലേക്ക് അമർത്തിയിട്ട് എന്ത് ചെയ്യാ, മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാല് ഒരു എക്കിട്ട വരുന്നതിനോട് എന്ത് ചെയ്യും,
ഭക്ഷണം കൂടെ പുറത്ത് വരും. റെഡിയല്ലേ? അപ്പൊ നിങ്ങളിത് ചെയ്ത് നോക്കുന്നു. എങ്ങനെയാ? കൈയൊക്കെ വെക്കുക. രണ്ടാളൊന്ന് ചെയ്ത് നോക്കിയാ. ഇങ്ങനെ കഴുത്ത് വെച്ചിട്ട് ബെൻഡ് ചെയ്യുന്നു. ഞാൻ അങ്ങനെയാ പറഞ്ഞേ. അതാണ് പ്രശ്നം. റെഡി? ഇതാ, അതെ അതെ, നമ്മളിതാ നോക്കിക്കോ. ഇതാ കറക്റ്റ്. ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാ നമ്മൾ എന്ത് ചെയ്യാ, ഈ കൈ മുന്നിലേക്ക് വെക്കുക. മുന്നിലേക്ക് ഇത് വെക്കുക. മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യാം. നോക്കിക്കോ. അത് നിവർത്തി വെക്ക്. കൈ നിവർത്തി വെക്ക്. എന്നിട്ടാണ് അമർത്തേണ്ടത്. ഇതിന്റെ പൊസിഷൻ നിർബന്ധമാണ്. എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത്. പൊക്കിളുന്ന ഒരു 4 വിരലും മുന്നോട്ടേക്ക്. കറക്റ്റ് നിങ്ങൾ നോക്കിയാൽ ഞാൻ അവിടെ കിട്ടും. 4 വിരൽ കിട്ടും. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ എവിടെങ്കിലും അമർത്തിക്കൊണ്ട് കാര്യമില്ലല്ലോ. ഇത് തിരിച്ചു വരണ്ടേ. അപ്പൊ കറക്റ്റ് അവിടെ വെച്ചിട്ടൊന്ന് അമർത്തിയോ, മേലേക്ക് അമർത്തുക, ഉള്ളിലേക്ക് അമർത്തുക, മുകളിലോട്ടേക്ക് പൊക്കുക. കറക്റ്റ് ജെ തിരിച്ചെഴുന്ന പോലെ പറയാ. ഇതേ സംഗതി ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് വലിയ വയറുള്ള ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ കുഞ്ഞു നിന്നിട്ട് പഴയ രീതി പോലെ തന്നെ പുറത്ത് അടിക്കുക. പക്ഷെ പുറത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്തില്ല, ഉറപ്പില്ല വരുന്നുള്ളത്. വലിയൊരു ഉറപ്പില്ല. അതിലും കൂടുതൽ എഫക്റ്റ് ചെയ്താണ്. കാരണം ശ്യാമിന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, വലിയ അമർത്തൽ അമർത്തിക്കില്ല, ചെറിയൊരു അമർത്തൽ അമർത്തുമ്പോൾ തന്നെ ഒരു ഇങ്ങോട്ടേക്ക് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവും. അപ്പോ ഇത് റെഡി അല്ലേ? ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോ ചെറിയ കുട്ടികളില്ലേ, ഒരു 4 വയസ്സിൻ്റെ തൊട്ടിട്ട് ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ പുറത്ത് അമർത്തിയാൽ മതി. അല്ലെങ്കിൽ ഈ വയറിന്റെ ഇവിടെ പിടിച്ച് നമ്മളിപ്പം മുന്നിലെന്നോ നമ്മളിപ്പോ ചില ആൾക്കാർ ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കില്ലേ. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് വരുന്നുണ്ട് കേട്ടോ. അതേസമയം ഇതിലും ചെറിയ മക്കൾക്ക് ചെയ്യുക എങ്ങനെയാ? നിങ്ങൾ ഈ മുലപ്പാൽ തൊണ്ടയിൽ കിട്ടി മരിച്ചു എന്നൊക്കെ ഇല്ലേ, നമ്മൾ അധികം പേപ്പറിൽ കാണില്ലേ അല്ലേ? കാണില്ലേ? അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടീനെ ഇങ്ങനെ പിടിക്കുക. കുട്ടീനെ ക്ലിയർ ആണ്, നോക്കിക്കോളെ. കുട്ടീനെ പിടിച്ചു നോക്കി. ഇതാ ഈ ഒരു രീതിയിൽ കുട്ടീനെ പിടിക്കുക. നമ്മുടെ കൈത്തണ്ടയിൽ ഉണ്ടാവും. ചെറിയ കുട്ടികളൊക്കെ കൈത്തണ്ടയിൽ ഇത്രയല്ലേ ഉണ്ടാവും അല്ലേ? കാല് രണ്ടുപുറം വന്ന് ഇങ്ങനെയല്ലേ ഉണ്ടാവുക. പിന്നെന്ത് ചെയ്യുക, നമ്മുടെ ബാക്കിൽ തോളിന്റെ 2 എല്ലില്ലേ, എല്ലിന്റെ സെന്റർ ഭാഗത്ത് എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് 5 പ്രാവശ്യം സ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. അടിച്ചു കഴിഞ്ഞാൽ എന്താവും, കുട്ടിയുടെ വായിൽ നിന്ന് വരും. അഥവാ ഇത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, കുട്ടിക്ക് CPR കൊടുക്കുക. ഓക്കെ, 2 വിരൽ ഉപയോഗിച്ച് കുട്ടിക്ക് CPR കൊടുക്കുക. വീണ്ടും എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കാരിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരു വലിയ ആൾക്ക് ഇതുപോലെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് എന്ത് ചെയ്യില്ല, ഇയാളിങ്ങനെ ബോധം കെട്ട് വീഴുന്ന് കഴിയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മുന്നത്തെ പോലെ CPR കൊടുക്കണം കേട്ടോ. അയാൾക്കും CPR കൊടുക്കണം. അതൊക്കെ പോട്ടെ. സിദ്ധാർത്ഥ വന്ന് ഇവിടെ ഇരുന്നേ. അവിടെ ഇരുന്നു. അപ്പോൾ റെഡി? നമ്മൾ ഈ പറഞ്ഞ കാര്യം റെഡി അല്ലേ? നിങ്ങൾ ഇനിയിപ്പോൾ ചെയ്യല്ലോ അല്ലേ? പക്ഷെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. നമ്മളെ അധിക ഹോട്ടൽ നാളെ ഇരുന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ചെയ്യുക? ചോക്കിങ് ഇരുന്ന ആൾക്കാർക്ക് എങ്ങനെ നമ്മൾ ചോക്കിങ് കൊടുക്കുക? ഇതാ വേറൊന്നും ചെയ്യാനില്ല. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ കസേരയുടെ ബാക്ക് പോയിട്ട് ഇതുപോലെ മുട്ടുകുത്തി നിന്നാൽ നമ്മുടെ ഹൈറ്റ് എന്തായി, കറക്റ്റായി. ചെയ്തില്ല? റെഡി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക, ഇതാ ഓക്കെ ഇതുപോലെ എന്ത് ചെയ്യുക, നമുക്ക് ഇയാളെ കറക്റ്റ് അമർത്തിയിട്ട് മുകളിലേക്ക് പൊക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇങ്ങനെ ചെയ്യാം നമുക്ക്. ഇരുന്നിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് ചോക്കിങ്, എന്തെങ്കിലും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യേണ്ട രീതി ഇതാണ്. തീപ്പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിനൊക്കെ തീ പിടിച്ചു. പൊള്ളൽ 2 തരത്തിലാണുള്ളത്. ഒന്ന് ചൂട് കൊണ്ടുള്ള പൊള്ളൽ, ഒന്ന് തണുപ്പ് കൊണ്ട് പൊള്ളൽ. തണുപ്പ് കൊണ്ട് പൊള്ളുവോ? കോൾഡ് ബേൺ കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഉണ്ട് കേട്ടോ. ചൂട് കൊണ്ടും പൊള്ളും, തണുപ്പ് കൊണ്ടും പൊള്ളും. അപ്പൊ നമ്മൾ ഈ പൊള്ളലേറ്റ ഭാഗം ഡയറക്റ്റ് ഒരിക്കലും ഐസ് വെക്കരുത്. തണുപ്പ് കൊണ്ട് പൊള്ളുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിലെ LPG സിലിണ്ടർ ഇല്ലേ, LPG സിലിണ്ടർ ഈ തുടക്ക സമയത്ത്, അതായത് നമ്മൾ പുതിയ കുറ്റി വെച്ച സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ അതിനൊരു കോപ്പർ ഭാഗം കണ്ടിട്ടുണ്ടോ? മേല ഈ കുറ്റി കുത്തുന്ന ഭാഗം, അവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും തൊട്ട് നോക്കിയിട്ടുണ്ടോ? ലീക്കാവുന്ന സമയത്ത്, അല്ല ലീക്കല്ല, ഇങ്ങനെ നമ്മൾ കത്തുന്ന സമയത്ത് അവിടെ ഒന്ന് തൊട്ട് നോക്ക്. അവിടെ എന്താണ്, നല്ല തണുപ്പായിരിക്കും. ഓവർ തണുപ്പായി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, നമ്മൾ അവിടെ അങ്ങനെ തന്നെ പൊള്ളിപ്പോകും. നിങ്ങൾ ഈ എക്സ്റ്റിങ്ക്വിഷറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എക്സ്റ്റിങ്ക്വിഷറിന് ഒരു വാലുണ്ട്, നമ്മൾ അത് എയിം ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാൽ ഉപയോഗിക്കാന്ന്. അവിടെ ഒരു ഹോണുള്ള ഒരു എക്സ്റ്റിങ്ക്വിഷർ കണ്ടിട്ടുണ്ട്. അതായത് ഒരു നാളം പോലുള്ള ഒരു എക്സ്റ്റിങ്ക്വിഷർ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അത് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ ആണ്.
ആ എക്സ്റ്റിങ്ക്വിഷറിന് ഒരു പിടി ഭാഗം ഉണ്ടാവും. ഇതിനിങ്ങനെ ഒരു പിടിക്കാൻ ഒരു ഹാൻഡിൽ ഭാഗം ഉണ്ട്. ആ ഹാൻഡിൽ എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. അങ്ങനെ കോൾഡ് ബേൺ ഇല്ലാതിരിക്കാനും കൂടിയാണ് ഇതിനൊരു പിടി വെച്ചിരിക്കുന്നത്. ഹോൺ ഷേപ്പ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ച് വരാതിരിക്കാനും ഈ പിടി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ കോൾഡ് ബേൺ ഇല്ലാതിരിക്കാനാണ്. പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും നല്ല സ്റ്റെറിലൈസ്ഡ് ആയ കവറിലിട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ പുറത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഐസ് പുറത്ത് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട, പുറത്ത് മാറ്റി മാറ്റി ഐസ് പിടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു തീപ്പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ഒരാൾ അപസ്മാരം വന്നിട്ട് ഒരാൾ വീണ് കിടന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വീഴുന്ന സമയത്ത് കമ്പിയായിട്ട് എടുത്ത് കൊടുത്താലോ, ഒരു കത്തിയായിട്ട് എടുത്ത് കൊടുത്താലോ, കയ്യിൽ കൊടുക്കണോ? കുട്ടൻ തമ്പുരാനെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? എന്താ ചെയ്യല് അല്ലേ? താക്കോൽ എടുത്ത് കൊടുക്കണം അല്ലേ? താക്കോൽ എടുത്ത് കൊടുത്തോണ്ടാൽ മാറുമോ? നിങ്ങളൊരു ഇതെന്താ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഒരു വട്ടം ഇവിടെ കക്കട്ടെന്ന് ഒരാൾ വീണാണ്ട്, അപ്പത്തേക്ക് ഞാൻ എത്തുമ്പോഴത്തേക്ക് അയാൾ ഏതാണ്ട് എണീറ്റ് പോയി. അതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചു. സമയത്ത് ഈ എന്തെങ്കിലും താക്കോൽ കൊടുത്താൽ മാറും തോന്നുന്നുണ്ടോ? നേരത്തെ അങ്ങനെ കൊടുക്കലുണ്ട്. കൊടുക്കലുണ്ടല്ലോ അല്ലേ? അപ്പൊ എന്തോ സമയം കഴിഞ്ഞ് നിന്ന് പോകുന്നോ അറിയില്ല. അതന്നെ ഉത്തരം പറഞ്ഞേക്ക്. അത് സമയം കഴിഞ്ഞ് നിന്ന് വന്നതാ. അത് താക്കോല് കൊടുത്താലും മാറും, കൊടുത്തില്ലെങ്കിലും മാറും. ഒരു കുറഞ്ഞ സമയത്തേക്ക് അതിന് നിങ്ങൾ ഈ കറണ്ട് ഇല്ലേ, നമ്മളെ ബ്രെയിനിലൂടെ ഒരു അൺകൺട്രോൾഡ് സ്യൂഷേഴ്സ് എന്നാ പറയാ ഈ പരിപാടിന്. അതായത് അപസ്മാരം വരും നമ്മളെ ബ്രെയിനിലേക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറണ്ട് പാസ് ചെയ്യുന്നില്ല, ചെറിയൊരു കറണ്ട് പോകുന്നില്ലേ? നിങ്ങൾ ഈ മറ്റേ 110 KV ഒന്നും പോകുന്നില്ലെങ്കിലും ചെറിയൊരു കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മെസ്സേജ് ഒക്കെ നടക്കുന്നത്. അപ്പം എന്ത് ചെയ്ത് കൺട്രോൾ അല്ലാണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അൺകൺട്രോൾഡ് സ്യൂഷേഴ്സ് എന്നാ പറയുന്നത്. അത് വരുമ്പോഴാണ് ഒരാൾക്ക് അപസ്മാരം ഉണ്ടാവുന്നത്. അപ്പം ഇത് കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഉണ്ടാവും. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യണ്ട, നമ്മൾ കയ്യില് ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനിപ്പോ അത് മുറുകി പിടിച്ചിട്ട് കൊണ്ടാണ് ഇത് മാറുന്നതെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അടിച്ചിട്ട് വേറെ അപകടം ഉണ്ടാവും. കാരണം ഇവര് പടച്ചൊക്കെ കളിക്കില്ലേ, അപ്പോൾ അടുത്ത് കൂർത്ത നമ്മളെ പാരയോ കാര്യങ്ങളോ ഇയാൾ എന്താക്കും, ചുറ്റിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഇയാളെ സേഫ്റ്റി നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇയാൾ വീണിട്ട് പരിക്ക് പറ്റുക, പിന്നെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് പരിക്ക് പറ്റുക, അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ പുതിയതായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മെയിൻ ഒരു വേറൊരു സംഭവം കൂടി ഉണ്ട്. പല്ല് കടിക്കും. അപ്പോൾ നാവ് കടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്തില്ലേ, അങ്ങനെ ബ്ലോക്കായി കിട്ടുന്നേ, അങ്ങനെ എന്തെങ്കിലും, അതായത് അധികം ഇതല്ലാത്ത എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവില്ലേ, നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കടിക്കാൻ കൊടുക്കുന്ന പോലത്തെ സംഗതി ഇല്ലേ, അതിനെ പറയാ നിങ്ങളെന്താ പ്ലാസ്റ്റിക്കിൻ്റെയോ മറ്റേ ചെറിയൊരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ടൈപ്പ് സംഗതി, അല്ലെങ്കിൽ നല്ല തുണി കട്ടിക്ക് വെച്ച് കൊടുത്താൽ മതി. ഈ നാവ് കടിച്ചു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇയാളെ എന്താണ് നൊരയും പതയും വരികയാണെങ്കിൽ ഒരിക്കലും നിർബന്ധിച്ചിട്ട് വെള്ളം കുടിപ്പിക്കാനും പാടില്ല. ഇതാണ് നമ്മൾ അപസ്മാരം വന്ന ഒരാളെ ചെയ്യുമ്പോഴത്. ഇനിയിപ്പം മെയിനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പട്ടി കടിച്ചു കഴിഞ്ഞാൽ അല്ലേ. പട്ടി കടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുമില്ല, സോപ്പ് ഉപയോഗിച്ച് കഴുകൽ മാത്രമേ പട്ടി കടിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ളൂ. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ പോവുക, ആന്റി റാബിസ് വാക്സിന് അടിച്ചുകൊള്ളുക. അതേസമയം നമ്മൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാലോ, ഇതൊക്കെ കുറെ പറയാനുണ്ട്. ഇതിപ്പോ കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന. പാമ്പ് കടിച്ചാൽ എന്താ ചെയ്യണ്ടേ? കെട്ടണം. ചെറിയൊരു കെട്ട് നമുക്ക് വേണമെങ്കിൽ കെട്ടാം. അത് ഇയാൾക്കൊരു ധൈര്യമാണ്, കെട്ടിയോണ്ട് ചിലപ്പോൾ അങ്ങ് എത്തൂലെന്നല്ല. എന്താ ശരിക്കും പറയുകയാണെങ്കിൽ ഓവർ ടൈറ്റ് ആക്കരുത്, ചെറിയൊരു കെട്ട് നമുക്ക് കെട്ടണം. അയാൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നടക്കാൻ അനുവദിക്കരുത്. ഈ പാമ്പ് കടിച്ച ഭാഗത്ത് നിന്ന് പണ്ടൊക്കെ ബ്ലഡ് പോകുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട് ബ്ലഡ് പോകുന്നുണ്ട്. ബ്ലഡ് പോകേണ്ട ആവശ്യമില്ല. അവിടെ നല്ല സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുക. നേരത്തെ ഇതേ സമയം ഞാൻ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പറഞ്ഞ വേറെ സംഗതി ഉണ്ടല്ലോ, എന്തായിരുന്നു? നായ് കടിച്ചു കഴിഞ്ഞാൽ അല്ലേ. അപ്പം ഒരാൾ തന്നെ ഇപ്പൊ എന്നെ കടിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണോ കഴുകാൻ പോവാ? ചിലപ്പോ സാറ് വന്നിട്ടല്ലേ, ഒരാൾ നമ്മുടെ കൂടെയുള്ള ഒരാളായിരിക്കില്ലേ കഴുകുക. ഈ കഴുകുന്ന ആളൊരു കാര്യം ശ്രദ്ധിക്കണോ, കൈക്ക് മുറിവുണ്ടാവാൻ പാടില്ല കേട്ടോ. കൈക്ക് മുറിവുണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് കഴുകാൻ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തായാലും എന്ത് ചെയ്യും, വാക്സിൻ അടിക്കും. കഴുകി കൊടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് പോയി വാക്സിൻ അടിക്കാൻ ചാൻസ് ഇല്ലല്ലോ അല്ലേ. അത് കഴുകിയ കൊണ്ട് വാക്സിൻ അടിക്കാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പം മുറിവും കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അയാളെ നടത്തിക്കാൻ പാടില്ല. ഏത് ഭാഗമാണോ കടിച്ചത്, ഏത് ഭാഗം കടിച്ചത് അത് ലെവലിൽ വെച്ച് പോകണം കേട്ടോ. താഴ്ത്തി വെക്കണ്ട, പൊക്കോ വേണ്ട, ലെവലിൽ വെച്ച് പോകണം. അതുപോലെ ചെറിയൊരു കെട്ട്, അധികം ടൈറ്റ് ഇല്ലാത്ത ഒരു കെട്ട്
മുകളിൽ എവിടെയാണോ കടിച്ചത് അതിന്റെ മുകളിൽ കെട്ടണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, വലിഞ്ഞു മുറുകി കെട്ടിയിട്ട് അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ തീരെ ഇല്ലാതാവാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. പിന്നെ പാമ്പിനെ തപ്പിപ്പോകുന്ന ഒരു പരിപാടി ഉണ്ട്, അതിപ്പോ ചെയ്യുന്നുണ്ടോ? ഇല്ല കേട്ടോ, പാമ്പിന് ഇപ്പോൾ തപ്പിപ്പോകുന്നില്ല. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നേ പാമ്പാണെന്ന് പറയാ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ടൈം നിർബന്ധമായിട്ട് എഴുതി വെക്കണം കേട്ടോ. നമ്മളെ പാമ്പ് കടിച്ച ടൈം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി വെക്കണം. ഇത്രയും കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരും വേറൊരു കാര്യം മനസ്സിലാക്കണം, ഈ ആന്റി വീനം, അതായത് പാമ്പ് കടിച്ചാൽ തിരിച്ചടി അടിക്കുന്ന മരുന്നില്ലേ, അതുള്ള ഹോസ്പിറ്റൽ ഏതാന്നുള്ളത് മുൻകൂട്ടി അറിയണം. ആശാ ഹോസ്പിറ്റൽ പണ്ട് മുതലേ ഉണ്ട്. ഇപ്പൊ താലൂക്ക് ആശുപത്രികൾ എല്ലായിടത്തും ആന്റി വീനം ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രൈവറ്റിലെ ആശ ഉണ്ട് എന്നുള്ളത് പണ്ട് മുതലേ ആശയിലുണ്ട്, ഇപ്പോൾ ആശയിലുണ്ട്. ഈ ആന്റി വീനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതിന് ഓരോന്ന് എല്ലാം തോന്നും, മിക്കതിനും ഒരു മരുന്ന് തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അറിയില്ലേ, അന്ന് അന്വേഷിച്ച് നോക്കാം നമുക്ക് വേണമെങ്കിൽ. അതാണ് ഇപ്പൊ പാമ്പിനെ തപ്പി പോകണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരാളെ ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാ, വണ്ടിയിലേക്ക് എടുത്തു കിടത്താനും കാര്യങ്ങളും. ഈ ഫയർമാൻ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. വാ ശ്യാമോ, വെയിറ്റ് കുറഞ്ഞുതരാം ശ്യാമേനു. നമ്മളൊരു ഫയർമാൻ ലിഫ്റ്റ് എടുത്തിട്ട് കാണിച്ചു തരാം. നോക്കിക്കോളാം നിങ്ങളിതാ, ഇതുപോലെ നമ്മൾ ഒരാളെ നമുക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം വെയിറ്റ് ഉള്ള ആളെ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ ഈ വാഹനമൊന്നും വരാത്ത സ്ഥലത്താണ് ഉള്ളതെങ്കിൽ ഒരാളെ ഒറ്റയ്ക്ക് തൂക്കി പിടിച്ചിട്ട് അടുത്തേക്ക് അപ്പുറം കൊണ്ടുപോകണമെങ്കിൽ ഇതാ ഇതുപോലെ വെച്ചാൽ ശ്യാമടെ കിടന്നോ, എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് കൊണ്ടുപോവാം. ഇതുപോലെ എന്ത് ചെയ്യുക, ഇതാണ് ഫയർമാൻ ലിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മുകളിലൊക്കെ കുടുങ്ങി കിടന്ന ആളൊക്കെ എന്ത് ചെയ്യുക, ഇതുപോലെ തോളത്താക്കിയിട്ട് കൊണ്ടുപോവാം. ഇതിപ്പോൾ നമ്മളൊരു ആക്സിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ മുകളിൽ നിന്ന് വീണോ കിടക്കുന്ന ഒരാളാണ്. അയാളെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ എവിടെയാണ് മെയിനായിട്ട് വീണാൽ പരിക്ക് പറ്റാൻ ചാൻസ് ഉള്ളത്, നട്ടെല്ല് പറ്റൂ അല്ലേ, അതുപോലെ ഈ ഭാഗം പറ്റൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരാള് ഇതുപോലെ ഇങ്ങനെ പിടിക്കണം. ഓക്കെ, അങ്ങനെ പിടിച്ചോ. ഈ ഒരു ഭാഗം പിടിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ കഴുത്തിന്റെ ഇവിടെ എന്താവില്ല, ഒരിക്കലും പോവില്ലല്ലോ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാ, ഇങ്ങനെ പിടിക്കല. ഇയാൾ നീളമുള്ള ആളാ നിങ്ങൾ വിചാരിക്കണേ. ഇതാ ഇനി ഇവിടെ പിടി. ഈ ഒറ്റ ഒരു ഭാഗം കേട്ടാ, ഇവിടെ ഞാൻ പിടിക്കും, ഇവിടെ എൻ്റെ കൈ വരും, അവിടെ മുഖറിന്റെ പേര് പറഞ്ഞു, സിദ്ധാർത്ഥ, രണ്ടും സിദ്ധാർത്ഥ, അതെനിക്ക് കൺഫ്യൂഷൻ ആയിട്ടാ. എന്നാ സിദ്ധാർത്ഥ അവിടെ പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് മറിക്കണം. ഇങ്ങനെയാണ് ഒരാളെ ട്രാൻസ്പോർട്ട് ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിൽ സ്ട്രക്ചർ വെക്കുക, സ്ട്രക്ചർ വെച്ചിട്ട് തിരിച്ച് കിടത്തുക. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇയാളെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഈ ചെയ്തത് ക്ലിയർ ആണോ? ഈ പിടുത്തം കൊണ്ട് എന്ത് ചെയ്യില്ല, ഇയാൾ പൊന്തുന്നത് ഇയാൾ തന്നെ അറിയില്ല. കറക്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഇയാളെ ഇതേപോലെ പിടുത്തമാണ്, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താവും, കഴുത്ത് പിടിക്കടാ, ഇയാളെ കഴുത്ത് അവരുടെ എന്ത് ഈ ഒരു രീതിയിലായിരിക്കണം ഇയാളെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അതേസമയം ഇയാൾക്ക് ഒരു ഹെൽമെറ്റും കൂടിയുള്ള ആളാണ്. സപ്പോസ് ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു ഹെൽമെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഹെൽമെറ്റ് ഊരാൻ നോക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽമെറ്റ് എങ്ങനെ ഊരാ, നേരെ രണ്ടാൾ പിടിച്ച് വലിച്ചാൽ ഊരല്ല ചെയ്യുക, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് വെക്കുക ഇതാ. എന്നിട്ട് മറ്റേ ആൾ എന്ത് ചെയ്യുക, ഹെൽമെറ്റ് ഊരുക. അല്ലെങ്കിൽ ഇയാൾ തന്നെയാണെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യണം, ഹെൽമെറ്റ് ഊരണം. ഇങ്ങനെ ആക്കി നമുക്ക് ഊരി എടുത്തുകൂടെ ഹെൽമെറ്റ് സ്ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈ പിടിക്കുന്ന ആൾ ഇങ്ങനെ പിടിക്കുക, മറ്റേ ആൾ ബാക്കിലേക്ക് ആക്കിയിട്ട് ഹെൽമെറ്റ് ഊരാൻ പറ്റില്ലേ, അങ്ങനെ ഊരാൻ പറ്റില്ലേ, അതാണ് ആ രീതിയാണ് ഊരേണ്ടത്. റെഡി. ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുക, പരിക്ക് പറ്റിയ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതേസമയം നമുക്ക് ഈ കഴുത്തിന് സപ്പോർട്ട് പുറത്തുനിന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഈ കലണ്ടർ ഇല്ലേ, കലണ്ടർ മടക്കി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, ഒരു ടൈ വെച്ച് എൻ്റെ തൊട്ട് എന്ത് ചെയ്യാം, കൊടുക്കാം. ഈ ഇവിടെ സപ്പോർട്ടായിട്ട് അങ്ങനെയും ചെയ്യാം. അത് പേപ്പർ ആയാലും മതി, നമുക്ക് എന്താണോ അവിടെ കിട്ടുന്നത് അവൈലബിൾ ആയി എന്താണോ വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ഇപ്പോൾ 3 ദിവസമായിട്ട് 6 സെഷനിൽ ഏതാണ്ട് 200ഓളം നമ്മുടെ ജീവനക്കാർ പങ്കെടുത്ത ഒരു ക്യാമ്പയിനാണെന്ന് പറയാം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് CPR ഇന്നത്തെ കാലത്ത് ഏറ്റവും ഉപകാരപ്പെടുന്ന, അതേ സമയത്ത് ചെറിയ എഫേർട്ട് കൊണ്ടൊരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ് CPR എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മളെ സേഫ്റ്റി ക്ലാസ്സിലൊക്കെ പറയാം,
സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. വർക്ക് സുരക്ഷിതമായിട്ട് ചെയ്യുക. പക്ഷെ ഇന്നത്തെ 2-3 ദിവസമായിട്ട് ഇവിടെ നടക്കുന്നത് ഒരു അപകടം നടന്ന് ഹോസ്പിറ്റലിന്റെ ഇടയിലുള്ള ആ ചെറിയ ഷോർട്ട് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ചില കേസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്ത ഒരു 5-10 മിനിറ്റിനുള്ളിൽ, ഉദാഹരണത്തിന് ഒരാൾ ബോധം കെട്ട് അവന്റെ പൾസൊക്കെ നിശ്ചലമായ സമയത്താണെങ്കിൽ എടുത്ത് വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ച് അയാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പൊ ശരിക്കും ഒരു എന്ത് പറയാ, ഒരു പാരലൽ ഹോസ്പിറ്റൽ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർമാരല്ലാത്ത, MBBS അല്ലാത്ത, അതേ സമയത്ത് കുറഞ്ഞ ശ്രമം കൊണ്ട് നല്ല രീതിയിൽ ഇപ്പൊ തന്നെ നമ്മൾ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പാമ്പ് കടിച്ചാല്, അതുപോലെ പട്ടി കടിച്ചാല്, അപസ്മാരുണ്ടായാല് താക്കോല് കൊടുക്കുക. ഇങ്ങനെ സമൂഹത്തില് പഠിക്കാതെ കേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു കുറെ പ്രഥമ ശുശ്രൂഷകളുണ്ട്. അപ്പൊ വീണ് കിടക്കുന്ന ആളെ ചുരുട്ടി കൂട്ടി ഓട്ടോറിക്ഷയിലാക്കിയിട്ട് കൊണ്ടുപോവുക. അപ്പൊ വീണിട്ട് ഒരു 5% പരിക്കായിരിക്കും. ഈ കൊണ്ടുപോയത് കൊണ്ടാണ് ഇവൻ ജീവിതകാലം മുഴുവൻ കോമ സ്റ്റേജിൽ അല്ലെങ്കിൽ അത് നിശ്ചലമായിട്ട് കിടക്കുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഫീൽഡിലുള്ള നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ട് സംഭവത്തെ വെറും ഒരു ട്രെയിനിങ് മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇതിങ്ങനെ നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം എപ്പോഴാണ് ഇത് വരിക എന്നുള്ളത് മടിച്ച് നിൽക്കരുത്. അപ്പൊ ചെയ്തു ക്ലാസ്സിൽ വേണമെങ്കിൽ ഒരു തലയണമെങ്കിലും പറ്റി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓഫീസുകളിൽ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഡമ്മി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ CPR ഏകദേശം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഇന്നത്തെ 3 ദിവസത്തെ ട്രെയിനിങ്, ഇത്രയും വിപുലമായ ഒരു ട്രെയിനിങ് നാളെ ഡിവിഷൻ സംഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചേലക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സാറന്മാർ ഇവിടെ വന്ന് നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? CPR എല്ലാവർക്കും കോൺഫിഡൻറ്റും അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. മുറിവ് പറ്റിയാൽ എങ്ങനെ കെട്ടണം എന്നുള്ളത്. അപ്പോൾ ഓരോ ഭാഗത്ത് കൈക്ക് വലത് കൈക്ക് കെട്ടിയാൽ എങ്ങനെ, ഇടത് കൈക്ക് എങ്ങനെയാണ് കെട്ടേണ്ടത്, തലയ്ക്ക് മുറിവ് പറ്റിയാൽ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളൊരു ക്ലാസ് അതിനുശേഷം ഒന്ന് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വൈഡായിട്ടുള്ള ഈ വിഷയം വളരെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി അവതരിപ്പിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ചേലക്കാട് ഓഫീസർ ആദർശ് സാറിനെ നാദാപുരം ഡിവിഷന്റെ പേരിൽ എല്ലാവിധ പിന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ആർക്കും സംശയമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും.